വൻ വാർത്ത ഇനി ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുകാന്ത് സുരേഷിന് ജാമ്യം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് വിവരങ്ങൾ? വിഷ്ണു, ഏറെ വിവാദം സൃഷ്ടിച്ച അല്ലെങ്കിൽ ഏറെ ചർച്ചയായപ്പെട്ട ഒരു കേസാണ് തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ. പിന്നീട് കുടുംബം നൽകിയ പരാതിയിലാണ് സുകാന്ത് സുരേഷിനെ പ്രതി ചേർത്ത് കേസെടുക്കുന്നത്. സുകാന്ത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയെ സമർപ്പിക്കുകയും അത് തള്ളുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സുകാന്തിന്റെ അറസ്റ്റ്. സുകാന്ത് പോലീസിന് മുമ്പാകെ കീഴടങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 44 ദിവസത്തോളമാണ് സുകാന്ത് റിമാൻഡിൽ കഴിഞ്ഞത്. അതിന് പിന്നാലെ ഇപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് സുകാന്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഒരു നിർണായക ഘട്ടം കഴിഞ്ഞു എന്നൊരു പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു അനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ സുകാന്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം രാജ്യം വിട്ട് പുറത്തു പോകരുത് എന്ന കർശന ഉപാധിയും ഉണ്ട്. ശരി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുകാന്ത് സുരേഷിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, ഇതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബം സുകാന്തിനുമേൽ ഉന്നയിച്ചിരുന്നത്. പിന്നീട് ഏറെക്കാലം ഒളിവിൽ പോയി. അതിനുശേഷം പോലീസ് പിടികൂടി. കോടതി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ഉപാധികളോടെയാണെങ്കിലും ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്താണ് വിഷ്ണു? ഗുരുതരമായ ആരോപണങ്ങളാണ് സുകാന്തിനെതിരെ കുടുംബം ഉന്നയിച്ചത്. അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ 2 മാസത്തോളം ഇയാൾ ഒളിവിൽ പോയി. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് സുകാന്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അടക്കം പോലീസിനെ ഈ വിഷയത്തിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് സുകാന്തിനെ പിടികൂടാൻ നിങ്ങൾക്ക് പറ്റാത്തത് എന്ന് ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ ജാമ്യത്തെ എതിർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സുകാന്തിനെ പിടികൂടിക്കൂടെ എന്ന് നിശ്ചിതമായ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. നിലവിൽ ഈ കേസ് 44 ദിവസമായി ഈ സുകാന്തിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന ഘട്ടത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന്റെ അതായത് ഇൻവെസ്റ്റിഗേഷന്റെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം അനുവദിക്കാം. ആ ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലവിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് സുകാന്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. പ്രത്യേകിച്ച് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞെങ്കിലും അങ്ങനെ വിദേശത്തേക്ക് പോകരുത്, പാസ്പോർട്ട് അടക്കം ഹാജരാക്കണമെന്ന കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ അതായത് ഈ IB ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന്റെ ഒരു പ്രതികരണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. നേരത്തെ അവർ കടുത്ത ആക്ഷേപം പോലീസിനെതിരെ അടക്കം ഉന്നയിച്ചിരുന്നു. സുകാന്തിനെ സംരക്ഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, അയാളെ മനഃപൂർവ്വം പിടികൂടാത്താണ് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ സുകാന്തിന് ജാമ്യം കൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ അവരുടെ പ്രതികരണം ഏറെ നിർണായകമാണ്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യവുമായി ഒളിവിൽ കഴിയുന്ന ഘട്ടത്തിലൊക്കെ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി ആ അപേക്ഷ പരിഗണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നില്ല. ഇത് പക്ഷേ കേസിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നതിനാൽ ജാമ്യം അനുവദിക്കാം എന്ന നിലപാടിലേക്ക് കോടതി എത്തുകയായിരുന്നു. ഉപാധികളോടുകൂടിയാണ് സുകാന്തിന് ജാമ്യം ഹൈക്കോടതി നൽകിയിരിക്കുന്നത്.